ഇനി നമ്മൾ ഫങ്ഷൻസ് എങ്ങനെയാണ് പൈത്തണിനകത്ത് എഴുതുന്നതെന്നും അതിനെങ്ങനെയാണ് കോൾ ചെയ്യുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഫങ്ഷൻസ് നമുക്കറിയാം. ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേനും ഫങ്ഷൻ്റെ ഡെഫിനേഷൻ ഉണ്ടായിരിക്കും, ദെൻ ഫങ്ഷനൊരു കോൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ സിയിലൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ ഫങ്ഷൻ ആദ്യമേ തന്നെ ഡിഫൈൻ ചെയ്യണം, അതല്ലെങ്കിൽ ഫങ്ഷൻ ഡിക്ലറേഷൻ ഓർ പ്രോട്ടോടൈപ്പ് കൊടുത്തിരിക്കണം. പിന്നെ എവിടെയാണ് നമുക്ക് ആവശ്യം വരുന്നത് അവിടെ ഫങ്ഷനെ കോൾ ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പീസ് ഓഫ് കോഡ് അല്ലേ. നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന പീസ് ഓഫ് കോഡിനെ നമ്മൾ ഫങ്ഷനായിട്ട് യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ സെയിം പ്ലേസിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അതേസമയം പ്രോഗ്രാമിനകത്ത് പല പോർഷൻസിലായിട്ട് ഒരേ കോഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോർമലി ഫങ്ഷൻസ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫങ്ഷൻ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ എഴുതുന്നതിനെയാണ് ആ ബോഡി ഉൾപ്പെടെ പറയുന്നതാണ് ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ. ഫങ്ഷൻ ഒരു ഹെഡർ ഉണ്ടായിരിക്കും, ദെൻ അതിനകത്ത് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, അതാണ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫങ്ഷൻ എവിടെയാണ് നമുക്ക് ആവശ്യം അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതിനെയാണ് നമ്മൾ ഫങ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പൈത്തണിനകത്ത് നമുക്ക് ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോമാറ്റാണ് ഡെഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. ഡെഫ്, ദെൻ ഇവിടെ നമ്മൾ ഫങ്ഷൻ ഒരു പേര് കൊടുക്കണം, ഫങ്ഷൻ നെയിം, പാരാന്തസിസിനകത്ത് ആർഗ്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ്, അതായത് എത്ര ആർഗ്യുമെൻറ്റ്സ് ആണോ നമുക്കുള്ളത് ആ ആർഗ്യുമെൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് കോമായിട്ട് കൊടുക്കാം. ദെൻ അവസാനം ഒരു കോളൻ കൊടുക്കണം. കോളൻ കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക്, അപ്പോൾ ഇതാണ് ഫങ്ഷൻ്റെ ഹെഡർ വരുന്ന സിൻടാക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബോഡി നമ്മൾ കൊടുക്കുന്നത് അല്പം ഒരു ഇൻഡൻറ്റ് ചെയ്ത് ഇതിനുള്ളിലേക്ക് നമുക്ക് എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വേണ്ടത് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഈ ഫങ്ഷനകത്ത് ബോഡിയായിട്ട് കൊടുക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇതിനുള്ളിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് ഇൻഡൻറ്റ് ചെയ്ത് തന്നെ കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഈ ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ നോർമലി ഉള്ളതുപോലെ തന്നെ ഫങ്ഷൻ നെയിം വിത്ത് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ അതിനെ കോൾ ചെയ്താൽ മതി. ഇനി സപ്പോസ് നമുക്ക് റിട്ടേൺ വാല്യൂ ഉണ്ട് എങ്കിൽ നമ്മൾ C++ലൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ റിട്ടേൺ ടൈപ്പൊക്കെ മെൻഷൻ ചെയ്താണ് ചെയ്യേണ്ടത്. പക്ഷേ പൈത്തണിനകത്ത് നമുക്ക് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഫങ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. റിട്ടേൺ എന്നോ എന്തെങ്കിലും ഏത് വാല്യൂ ആണോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ആ വാല്യൂ. ദെൻ ഇവിടെ നമ്മൾ ഒരു വേരിയബിൾ നെയിം ഈക്വൽ ടു ഫങ്ഷൻ നെയിം എന്ന് പറഞ്ഞ് ആ ഫങ്ഷനെ കോൾ ചെയ്താൽ മാത്രം മതി. ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സും കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫങ്ഷൻസ് എഴുതുന്നത്. നമുക്കിനി രണ്ട് വാല്യൂസിൻ്റെ സമ്മ് കാണാനുള്ള പ്രോഗ്രാം ഫങ്ഷൻ വെച്ച് എഴുതി നോക്കാം. ആദ്യം നമ്മൾ ഈക്വൽ ടു രണ്ട് വാല്യൂസ് നമ്മൾ റീഡ് ചെയ്യുവാണ്. അപ്പോൾ ഇൻപുട്ട് എൻ്റെ ടു വാല്യൂസ്, എൻ്റെ വാല്യൂ, ദെൻ ബി ഈക്വൽ ടു ഇതുപോലെ തന്നെ എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് എനെയും ബിനെയും റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ഫങ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഫങ്ഷനെ കൊണ്ട് ഇത് ആഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സി ഈക്വൽ ടു എ പ്ലസ് ഫങ്ഷൻ വേണമല്ലോ, ആഡ് എന്ന് പറയുന്നൊരു ഫങ്ഷനെ കോൾ ചെയ്യുന്നു, ആഡ് എ കൊമ ബി. എന്നിട്ട് സിനെ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. സം ഈക്വൽ ടു സി. ഇനി ഫങ്ഷൻ എഴുതാൻ പോവാണ്. ഫങ്ഷൻ എഴുതുമ്പോൾ ഡെഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. ദെൻ ഫങ്ഷൻ്റെ നെയിം ആഡ്, ഇതിലേക്ക് നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്, എയും ബിയും. ഇവിടെ ഒന്നും ഡേറ്റ ടൈപ്പ് ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സിംപ്ലി ആ വേരിയബിൾ നെയിംസ് കൊടുത്ത് പോയാൽ മാത്രം മതി. ഇതിനകത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ കൂടെ സം എടുത്തിട്ട് അത് നേരെ റിട്ടേൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് A+B എന്ന് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എയും ബിയും തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ വാല്യൂ സിയിലേക്ക് വരും, ആ സീനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഫങ്ഷൻ നമ്മൾ ഇതിന് മുകളിലായിട്ട് എഴുതാം, എന്നിട്ട് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് അതിന് താഴെയായിട്ടും എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഫങ്ഷൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഫങ്ഷൻ എഴുതി നോക്കാം. ഇതിൽ വേറെ ഒന്നും തന്നെ വരുന്നില്ല, നമുക്ക് ഒരു നമ്പറിൻ്റെ സ്ക്വയർ, അതായത് ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫങ്ഷൻ എഴുതുന്ന സമയത്ത് ഡെഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, ഫങ്ഷൻ നെയിം സ്ക്വയർ, പിന്നെ ആർഗ്യുമെൻ്റായിട്ട് നമ്മളൊരു നമ്പറിനെ പാസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് റിസീവ് ചെയ്യാനായിട്ട് ഒരു ആർഗ്യുമെൻ്റ് കോൾ. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ എക്സ് ചെയ്തിട്ട് അതിനെ റിട്ടേൺ ചെയ്യണം. സോ റിട്ടേൺ എക്സ്
എക്സ്. ഇനി ഇത് നമുക്ക് ഒന്നുകിൽ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നത് സ്ക്വയർ ഓഫ് 2 എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കോൾ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിൽ തന്നെ നിന്നുകൊണ്ട് ജസ്റ്റ് സ്ക്വയർ ഓഫ് 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 2 × 2 4 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ഓർ ഫാൾസ് എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ ബൂളിയൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ നമ്മൾ പാസ് ചെയ്ത് കൊടുത്താൽ ആ നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഓഡാണെങ്കിൽ ട്രൂ എന്ന് പാസ് ചെയ്യുക, ഈവൻ ആണെങ്കിൽ ഫാൾസ് പാസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡെഫ് ഓഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് എഴുതുന്നതെന്ന് വിചാരിക്കുക. അതിലേക്ക് നമ്മളൊരു നമ്പറിനെ പാസ് ചെയ്യുന്നുണ്ട്. ആ നമ്പറാണ് എക്സ്. ഈ കിട്ടുന്ന നമ്പർ ഓഡാണെങ്കിൽ ട്രൂ പാസ് ചെയ്യുക, ഈവൻ ആണെങ്കിൽ ഫാൾസ് പാസ് ചെയ്യുക. അപ്പോൾ അത് ഓഡാണോ ഈവൻ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് വീണ്ടും ഒരു ചെക്കിങ് നടത്തണം. ഇഫ് എക്സ് മോഡ് 2 = 1, ഇത് എക്സ് മോഡ് 2 = 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ഓഡ് നമ്പർ ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ട്രൂ. ഓക്കെ, ടി ക്യാപിറ്റലാണ്. ട്രൂ എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്, ബൂളിയൻ വാല്യൂ ആണ്. ഇതാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. എൽസ് ആണെങ്കിൽ റിട്ടേൺ ഫാൾസ്, എഫ് ക്യാപിറ്റൽ ഫാൾസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ either ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ട്രൂ ഓർ ഫാൾസ് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന നമ്പറിനെ ഫംഗ്ഷനെ നമ്മൾ പറയുന്നതാണ് ബൂളിയൻ ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ കോൾ ചെയ്യാമെന്ന് വിചാരിക്കുക. ഓഡ് ഓഫ് 5 എന്നാണ് കോൾ ചെയ്യുന്നതെങ്കിൽ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ട്രൂ. അതുപോലെ ഓഡ് ഓഫ് 4 അല്ലെങ്കിൽ 6 ഇങ്ങനെ കോൾ ചെയ്യുകയാണെങ്കിൽ ഫാൾസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏത് വാല്യൂ നമ്മൾ പാസ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ബൂളിയൻ വാല്യൂസ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഇങ്ങനത്തെ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ബൂളിയൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ വേണമെങ്കിലും പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെ ഇതിലേക്ക് ഡയറക്റ്റ് പാസ് ചെയ്ത് കൊടുക്കാം. പാസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സമ്മ് നോർമലി നമ്മൾ കാണുന്നത് പോലെ തന്നെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ആവറേജ് ഓഫ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, ആവറേജ് ഓഫ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. ഇത് എഴുതുന്ന സമയത്ത് ഡെഫ് എന്നുള്ള കീവേഡ്, ഞാൻ ആവറേജ് എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. ഇതിലേക്ക് നമ്മളൊരു ലിസ്റ്റാണ് പാസ് ചെയ്യുന്നത്. LIST എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കീവേഡാണ്. അതുകൊണ്ടാണ് നമ്മൾ LYST എന്നാക്കി കൊടുത്തിരിക്കുന്ന വേരിയബിൾ നെയിം. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് നമ്മൾ സം = 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം? അപ്പോൾ ഇതിനകത്തൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഈ ഓരോ നമ്പേഴ്സിനെ എടുത്തിട്ട് ഈ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നമ്മൾ നോർമലി ഇതിനകത്തുള്ള ഓരോ വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫോർ ലൂപ്പ് യൂസ് ചെയ്താൽ മതി. ഫോർ ഐറ്റം ഇൻ ലിസ്റ്റ്. അപ്പോൾ ഓരോ ഐറ്റംസായിട്ട് ലിസ്റ്റിനകത്തുനിന്ന് എടുക്കുന്നു, അതിന് സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യുക. സമ്മ് += ഐറ്റം. അപ്പോൾ അവസാനം ഇത് കഴിയുമ്പോഴത്തേക്കും ഈ ലൂപ്പിംഗ് കഴിയുമ്പോൾ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സമ്മ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഈ സമ്മിനെ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ലെങ്ത് എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് നമ്മൾ റിട്ടേൺ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിട്ടേൺ സം ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് len ഫംഗ്ഷൻ ഉണ്ട്. ലെങ്ത് ഓഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഇതിനകത്ത് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ ആവറേജ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ആവറേജ് ഓഫ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യും. ഇതിനകത്ത് നമ്മൾ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് അതായത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് ലിസ്റ്റ് ഓഫ് വാല്യൂസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം തന്നെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ലിസ്റ്റിലേക്ക് വരുന്നു. അതിനെയാണ് നമ്മളെടുത്ത് അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്ന ഈ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂസിനെ റിട്ടേൺ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ നോർമലി ബാക്കി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഫംഗ്ഷൻ്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ. പക്ഷേ ഇതിൽ വ്യത്യാസം എന്തേ ഉള്ളൂ, ഇതിനകത്ത് നമുക്ക് റിട്ടേൺ ടൈപ്പോ കാര്യങ്ങളോ ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ഓൾറെഡി
നമുക്ക് ഇത് പൈത്തണിനകത്ത് നമ്മൾ ഡേറ്റ ടൈപ്പ് ഒന്നും തന്നെ സ്പെസിഫൈ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫോർമാറ്റ് ഓർത്തിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. പിന്നെ അതുപോലെ തന്നെ റിക്കേഴ്സീവ് ഫങ്ഷൻസ് നമുക്ക് ഈ പൈത്തണിനകത്ത് എഴുതാൻ പറ്റും. റിക്കേർഷൻ എന്താണെന്ന് നമുക്കറിയാം. ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ റിക്കേർഷൻ എന്ന് പറയുന്നത്, അല്ലേ? അൺടിൽ എ പർട്ടിക്കുലർ കണ്ടീഷൻ ഈസ് മെറ്റ്. അപ്പോൾ ആ കണ്ടീഷൻ വരുമ്പോൾ മാത്രമായിരിക്കും അത് അതിൽ നിന്ന് പുറത്ത് പോകുന്നത്. അതുവരെയും നമ്മൾ ആ സെയിം ഫംഗ്ഷനെ തന്നെയായിരിക്കും കോൾ ചെയ്ത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പ്രോഗ്രാമിലൊക്കെ എഴുതുന്ന പോലെ തന്നെ ആ ഫംഗ്ഷനെ ഫംഗ്ഷനുള്ളിൽ തന്നെ വീണ്ടും വീണ്ടും കോൾ ചെയ്യുന്നു. അത് തന്നെയാണ് നമ്മുടെ ഇവിടെ റിക്കേർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ്, ഇപ്പോൾ ലോവർ എന്നും അപ്പർ എന്നും പറഞ്ഞിട്ട് നമുക്ക് 2 വാല്യൂസ് ഉണ്ട്. ഇതിനിടയിലുള്ള വാല്യൂസിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതിനുള്ള ഒരു റിക്കേർസീവ് ഫംഗ്ഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, ഡെഫ് നമുക്ക് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതാം. ഡിസ്പ്ലേക്കകത്ത് ലോവറും അപ്പറും നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നു. അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ലോവർ മുതൽ അപ്പർ വരെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത്, അതായത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് പോകാനുള്ള ഒരു ഓപ്ഷനും കൂടി വേണം. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എപ്പോഴാണ്, ഈ ലോവർ അപ്പറിനും ഇടയിൽ വരുമ്പോൾ. ഇപ്പോൾ ലോവർ അപ്പറിനേക്കാളും ഗ്രേറ്ററായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് കണ്ടീഷനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ ലോവർ ലെസ് ദാൻ ഈക്വൽ ടു അപ്പർ, ലോവർ അപ്പറിനേക്കാളും ലെസ്സോ അല്ലെങ്കിൽ ഈക്വലോ ആണ് എങ്കിൽ ആ നമ്പറിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുക. പ്രിൻറ്റ് ലോവറിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതേ ഫംഗ്ഷനിൽ തന്നെ, അല്ലെങ്കിൽ എന്നല്ല, ഇതൊരു തവണ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത നമ്പറിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ അടുത്ത നമ്പറിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതേ ഫംഗ്ഷനെ തന്നെ നമ്മൾ വീണ്ടും കോൾ ചെയ്യുവാണ്. സോ ഡിസ്പ്ലേ, അപ്പോൾ ഇപ്പം നമ്മൾ കോൾ ചെയ്തത് ലോവർ ആണ് പ്രിൻറ്റ് ചെയ്തത്. ഇനി അടുത്ത് പ്രിൻറ്റ് ചെയ്യേണ്ടത് ലോവർ പ്ലസ് 1 ആണ്. അപ്പോൾ ഇത് ഫംഗ്ഷനിലേക്ക് അടുത്ത് പാസ് ചെയ്യുന്നത് ലോവർ പ്ലസ് 1 ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ അപ്പർ അതുപോലെ തന്നെ പാസ് ചെയ്യാൻ വേണം. ഈ ലോവർ പ്ലസ് 1 കൊടുത്ത് ഇതിനെ വീണ്ടും കോൾ ചെയ്തില്ലെങ്കിൽ ഇത് ഒരു കാരണവശാലും ഇതിൽ നിന്ന് പുറത്ത് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം റിക്കേർഷനിൽ നിങ്ങൾ ഫാക്ടോറിയലൊക്കെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഫാക്ടോറിയലെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ പൈത്തണിലും സെയിം, അതുപോലെ ലോജിക് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അതുപോലെ നമുക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ 1,5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്, ഇപ്പം ആദ്യം 1ഉം 5ഉം ആയിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പം 1 എന്ന് പറയുന്നത് 5-നേക്കാൾ ലെസ് ആയതുകൊണ്ട് 1നെ ആദ്യം പ്രിൻറ്റ് ചെയ്യും. ദെൻ അടുത്ത് ഈ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യും. അപ്പോൾ ലോവർ പ്ലസ് 1 എന്ന് പറയുന്നത് 2 ആയിട്ട് മാറും. ആ 2നെ പ്രിൻറ്റ് ചെയ്യും. ദെൻ വീണ്ടും ലോവർ പ്ലസ് 1 3 ആവും, വീണ്ടും 4 ആവും, ലോവർ പ്ലസ് 1 ഈക്വൽ ടു അപ്പർ ആവും, അപ്പോൾ 5 ആവും. അത് കഴിഞ്ഞ് 6 ആവുന്ന സമയത്ത് ഈ കണ്ടീഷൻ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ റിക്കേർഷൻ ബ്രേക്ക് ചെയ്ത് അത് പുറത്തേക്ക് വരും. അങ്ങനെയാണ് റിക്കേർസീവ് ഫങ്ഷൻസ് നമ്മൾ എഴുതുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ നേരത്തെ സിയിലൊക്കെ പഠിച്ച റിക്കേർസീവ് പ്രോഗ്രാംസ് എല്ലാം തന്നെ ഈ പൈത്തണിലേക്ക് മാറ്റി എഴുതാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾ ഫാക്ടോറിയൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫിബൊനാച്ചി സീരീസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് റിക്കേർഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസാണ്. അത് നിങ്ങൾ ഇതിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫങ്ഷൻസ് പൈത്തണിൽ എഴുതുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്ട്രിങ്സും ലിസ്റ്റും ഒക്കെ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക.